നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വക. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് ഞാൻ ഒരു രീതിയിലും യോജിക്കുന്നില്ല. അതായത് അന്തരിച്ച പ്രശസ്തനായിട്ടുള്ള ഒരു നടൻ തന്നെയാണ് നമ്മുടെ സലീം കുമാർ. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചൊരു നടനും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ആള് നമ്മളെ വിട്ടുപോയതിൽ ഒരുപാട് നമ്മുടെ സിനിമാ ലോകത്തിനൊക്കെ ആണെങ്കിലും ഒരുപാട് വലിയൊരു നഷ്ടമാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തുകയ്ക്കുള്ള ഒരു സ്മാരകമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയുന്നതിനോട് കുഴപ്പമില്ല. പക്ഷേ ഈ 1 കോടി രൂപയുടെ സ്മാരകമൊക്കെ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് പണിയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ എനിക്ക് കുറച്ച് പറയാനുണ്ട്. കാരണം നമുക്കറിയാം, ഞാൻ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഈ എടപ്പള്ളിയിൽ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ മെട്രോയുടെ അടിയിലൊക്കെ എത്ര ആൾക്കാരാണ് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാതെ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ എത്ര കുട്ടികൾ പഠിക്കാനായിട്ട് പൈസയും കാര്യങ്ങളും ഒന്നുമില്ലാതെ എത്ര കുട്ടികൾ എവിടെയൊക്കെയുണ്ട്. അതുപോലെ തന്നെ ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത എത്ര ആൾക്കാരുണ്ട്. ഈ ഒരു സ്മാരകം എന്നൊക്കെ പറയുമ്പം അത് ജസ്റ്റ് അവിടെ പണിത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൈസ ആയിരിക്കുമല്ലോ അത്. ആ ഒരു പൈസ എടുത്ത് ഉപയോഗിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ആക്ടറാണ് അല്ലേ, ഒരു മൂവി ആക്ടറാണ്. അല്ലാതെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നമ്മളെ സഹായിച്ച അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോ അങ്ങനത്തെ ഒരു വ്യക്തി പോലുമല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും 1 കോടി രൂപയുടെ സ്മാരകമൊക്കെ പണിയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് തന്നെയാണ്. കാരണം ജനിച്ചപ്പോൾ മുതൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്, അസുഖം കൊണ്ട് വലയുന്ന ആൾക്കാരുണ്ട്, ഇപ്പം ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ഒരു പൈസ എടുത്ത് ഇങ്ങനെ ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ ഇങ്ങനെ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ സലീം കുമാറിൻ്റെ ഒരു ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് തന്നെ ഒരു സ്മാരകമോ അല്ലെങ്കിൽ ആൾക്ക് വേണ്ടിയിട്ട് പണിയാനായിട്ടുള്ള അത്രത്തോളം ആസ്തിയുള്ളൊരു ഫാമിലിയാണ് അവർ, അല്ലെങ്കിൽ അത്രത്തോളം ആസ്തിയുള്ള ആൾക്കാരാണ് അവർ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം പണിത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ താഴ്ത്തിക്കെട്ടി പറയുമോ ഒന്നുമല്ല. പക്ഷേ ഈ ഒരു സംഭവം ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു നടൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരുപാട് സിനിമയിൽ ചിരിപ്പിച്ച, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു വലിയ കലാകാരൻ നമുക്ക് നഷ്ടമായല്ലോ എന്നുള്ള ഒരുപാട് സങ്കടവും എല്ലാ രീതിയിലുള്ള സങ്കടവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമുക്കൊരു വലിയ നഷ്ടമാണല്ലോ എന്ന് ചിന്തിച്ചൊരു വ്യക്തിയൊക്കെയാണ് ഞാൻ. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരിക്കലും ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എത്ര കുട്ടികൾ അല്ലെങ്കിൽ എത്ര പ്രായമായവർ അല്ലെങ്കിൽ എത്ര ആൾക്കാർ, നമ്മളിപ്പം ഈ മെട്രോയുടെയൊക്കെ അടിയിൽ പോയി നോക്കിയാൽ തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് പേര് സ്വന്തമായിട്ടൊന്ന് കയറി കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പോലും വകയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവർക്കൊക്കെ ഒരു ഹെൽപ്പാകുന്ന, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഒരു ബുക്കില്ലാത്ത അല്ലെങ്കിൽ പഠിക്കാനായിട്ട് മാർക്കുമില്ലാത്ത കുട്ടികൾക്ക് അവർക്കൊക്കെ ഒരു ഹെൽപ്പാകുവാണെങ്കിൽ ഈ 1 കോടി രൂപയെന്ന് പറയുമ്പം വലിയൊരു തുക തന്നെയാണ്. ഇപ്പം നമ്മുടെയൊക്കെ ഒരാളുടെ ലൈഫിൽ അത് കിട്ടുവാണെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആണ് അല്ലേ. അങ്ങനെ അത്രയും രൂപ വെറുതെ ഇങ്ങനെ നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ ഇതിനോട് ഒറ്റ രീതിയിലും യോജിക്കുന്നില്ല. കാരണം ഇത് വലിയൊരു ലോങ് വീഡിയോ ചെയ്യാനായിട്ടുള്ള വലിയ കണ്ടൻറ്റൊന്നുമല്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എല്ലാവരിലേക്കും ഇതെനിക്ക് എത്തിക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു കാര്യം ഞാനിവിടെ പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടി ബേസിസിലോ ഒന്നുമല്ല. കാരണം ഞാൻ ഒരു പാർട്ടീനെയും സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളുമല്ല, ഒന്നുമല്ല. അപ്പോൾ ഞാനെവിടെ തെറ്റി, ഇപ്പോൾ കോൺഗ്രസ്സിൽ തെറ്റ് കണ്ടാൽ ഞാനത് പറയും, കമ്മ്യൂണിസ്റ്റിൽ എന്തെങ്കിലും കണ്ടാൽ അത് പറയും, ഇനി BJPയിൽ കണ്ടാൽ അതും പറയും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഇതിലൊന്നും വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ പാർട്ടിയിലോ മതത്തിലല്ല, ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മുടെ ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല മതപരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിപരമായിട്ടോ ഒന്നിലും എനിക്ക് താല്പര്യമുള്ള ഒരു ആളല്ല. അപ്പം വേറുള്ള പാർട്ടികളൊക്കെ ചിലപ്പം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചിലപ്പോൾ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇതിനെതിരെ സംസാരിക്കുന്നതെന്നാണ്. പക്ഷേ
ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടമെന്നുള്ളത് അറ്റ്ലീസ്റ്റ് 2 പേരിലെങ്കിലും എനിക്ക് എത്തിക്കാൻ കഴിയുവാണെങ്കിൽ, ഈ ഒരു മെസ്സേജ് എനിക്ക് 2 പേരിലെങ്കിലും എത്തിക്കാൻ കഴിയുവാണെങ്കിൽ അതൊരു വലിയ കാര്യമൊന്നും ഞാൻ വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത്. സോ അത്രയും ലോങ് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു വലിയ കണ്ടൻ്റ് ഒന്നുമല്ല എനിക്കറിയാം. പക്ഷേ എങ്കിൽ കൂടി ഇത് വേണ്ട, ഇതിനോട് ഞാൻ എതിർക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്ന് വെച്ച് അദ്ദേഹത്തിനോടുള്ള ഒരു വിയോജിപ്പോ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള വിയോജിപ്പോ അല്ല. പക്ഷെ എന്താ പറയുക, ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്തൊരു സംഭവം തന്നെയാണ് ഈ ഒരു സ്മാരകം എന്ന് പറയുന്നത്. അതും 1 കോടി രൂപയുടെ സ്മാരകം. നമുക്കൊരു ഒരു 2 ലക്ഷത്തിനോ അല്ലെങ്കിൽ ഒരു 3 ലക്ഷത്തിനോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു വെക്കാം. പക്ഷേ ഈ 1 കോടി എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര തുകയല്ല. അതുകൊണ്ട് പല ആൾക്കാരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ പല ആൾക്കാരുടെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പല ആൾക്കാരുടെ ലൈഫ് തന്നെ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. സോ അതിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാതെ ആർക്കും ഒരു യൂസും ഇല്ലാതെ വെറുതെ നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു പൈസ കളയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും, പിന്നെ നമുക്കൊരു ഹൈപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അപ്പോൾ ഹൈപ്പും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ പുതിയ കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ. അത് ഒരു ചെറിയ ന്യൂസ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ നമ്മുടെ മഴവിൽ മനോരമയിലെ ദ ഗ്രേറ്റ് ഫാമിലി ചലഞ്ച് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ മനോരമ മാക്സിൽ അത് അവൈലബിൾ ആണ്. എപ്പിസോഡ് 3 ആയിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. സോ എല്ലാവരും കാണുക, കണ്ടിട്ട് ആ ഒരു അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതിലേക്ക് ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.